നവയുഗത്തിലെ സങ്കീർണമായ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് അനേകം വൈദികരിത ലോകമെങ്ങും സഞ്ചരിക്കുന്നു. സുവിശേഷത്തിനു വേണ്ടി അവരിത പ്രശോഭിക്കുന്നു. ക്രിസ്തുവിനെ അവരിത മഹത്വപ്പെടുത്തുന്നു. ഇത് ഫാദർ സിജോ പള്ളുത്തുകുടി കപ്പുച്ചിൻ. ആഫ്രിക്കയിലെ മലാവി എന്ന രാജ്യത്ത് 6 വർഷത്തോളം ശുശ്രൂഷ ചെയ്തുകൊണ്ട് സിജോ അച്ഛനിത തൻ്റെ മിഷണറി ദൗത്യം നിർവഹിക്കുന്നു. തൻ്റെ സങ്കീർണമായ ആഫ്രിക്കൻ സുവിശേഷ വയലിനെക്കുറിച്ച് സിജോ അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. സിജോ അച്ഛ, ശാലോം ടി വിയിലെ ജോഷു എന്ന പ്രോഗ്രാമിൽ അച്ഛനോടൊപ്പമുള്ള ഈ 2ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. താങ്ക് യു. ഫാദർ സിജോ പള്ളത്തുകുടി അല്ലേ? അതെ. കപ്പൂച്ചിൻ സഭാംഗമാണ്. അതെ. കഴിഞ്ഞ 6 വർഷത്തിലേറെയായി 6 വർഷമായി വൈദികനായിട്ട്. അച്ഛന് ഒരു തിയോളജി പഠനകാലം മുതൽ മലാവി, ആഫ്രിക്കയിലെ മലാവി എന്ന് പറയുന്ന രാജ്യത്താണ് വൈദികനായതിനു ശേഷവും അവിടെ തന്നെ ശുശ്രൂഷ ചെയ്തു. ഇപ്പോൾ അവധിക്ക് നാട്ടിൽ വന്ന സമയത്താണ് നമുക്ക് കാണാൻ ഇടയായത്. അതുപോലെ തന്നെ അച്ഛൻ ആദ്യ എപ്പിസോഡിൽ പറഞ്ഞ 2-3 കാര്യങ്ങൾ. ഒന്ന്, വീട്ടിലെ 2 ആമക്കളിൽ മൂത്ത ആളാണ്. കുഞ്ഞുനാൾ മുതൽ വൈദികനാവാൻ ആഗ്രഹം. അതിന് ഏറ്റവും കൂടുതൽ നിർണായകമായി സ്വാധീനിച്ചിട്ടുള്ളത് അപ്പച്ചനാണ്. കാരണം അപ്പച്ചൻ എല്ലാ ദിവസവും പള്ളിയിൽ കൊണ്ടുപോകുന്ന ഒക്കെ അച്ഛൻ പറയണ്ടായി. അതുപോലെ അമ്മയുടെ ഒരു രീതികളും സഹനത്തിൻ്റെ വഴികളും പ്രാർത്ഥിപ്പിക്കാൻ അച്ഛനെ പഠിപ്പിച്ച രീതികളും ഒക്കെ അച്ഛൻ്റെ ജീവിതത്തിലെ മറ്റൊരു നിർണായക ഘടകമാണെന്ന് അച്ഛൻ പറഞ്ഞു. അതുപോലെ വൈദിക പരിശീലന കാലഘട്ടത്ത് ഒരു വർഷത്തേക്ക് പല പ്രതിസന്ധികളും ഉണ്ടായി. ഒരു വർഷം ഒരു ബ്രേക്ക് രോഗകാരണത്താൽ തിരിച്ചു പോരേണ്ടി വന്നിട്ടും അതേ സ്ഥലത്തേക്ക് രോഗം മാറി തിരിച്ചു പോകാൻ ദൈവം അനുവദിച്ച ഓർമ്മകൾ അച്ഛൻ പറഞ്ഞു. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് അച്ഛൻ പറഞ്ഞ ഒരു കാര്യം, അച്ഛൻ്റെ വൈദിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ശക്തി സ്രോതസ് എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയിൽ സക്രാരിയാണ് എന്ന് അച്ഛൻ പറയുണ്ടായി. എൻ്റെ ഒരു ചോദ്യം ഇവിടെ ഈ സമയത്ത് അച്ഛനോട് ചോദിക്കാനുള്ളത്, അച്ഛൻ പറഞ്ഞു എന്താണ് നമ്മുടെ ജീവിതത്തിൽ സഹനം വിജയം, അതായത് രക്ഷയുടെ അല്ലേ ഒരു വിജയം ഉണ്ടാവണമെങ്കിൽ, രക്ഷയുടെ അനുഭവം ഉണ്ടാവണമെങ്കിൽ അച്ഛൻ ഓരോ സ്ഥലത്തേക്കും നമ്മൾ അയക്കപ്പെടുന്നത്, പ്രത്യേകിച്ച് ഒരു വൈദികൻ അയക്കപ്പെടുന്നത് ആ പ്രദേശത്ത് രക്ഷ നേടിക്കൊടുക്കാനാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു രക്ഷയുടെ വിജയം ഉണ്ടാവണമെങ്കിൽ സഹനം ഉണ്ടായേ പറ്റൂ എന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ അച്ഛൻ്റെ ജീവിതത്തിലെ ചില സഹനങ്ങൾ അച്ഛൻ പങ്കുവെക്കുകയും ചെയ്തു. ഈ എപ്പിസോഡ് വീണ്ടും തുടങ്ങുമ്പോൾ എനിക്ക് അച്ഛനോട് ചോദിക്കാനുള്ളത്, ആഫ്രിക്ക പോലത്തെ ഒരു സ്ഥലത്ത് ഇന്ന് അച്ഛൻ അനുഭവിക്കുന്ന സഹനത്തോടൊപ്പം അവിടുത്തെ ആളുകൾ അനുഭവിക്കുന്ന ഒരു കഷ്ടപ്പാട്, സഹനത്തിൻ്റെ അത്തരം ചില അനുഭവങ്ങളെന്ന് പറയാമോ? തീർച്ചയായിട്ടും. നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും വളരെ അധികമായിട്ട് ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് ആഫ്രിക്കയിലുള്ള ജനങ്ങൾ, പ്രത്യേകിച്ച് മലാവിയിലുള്ള ജനങ്ങൾ. മലാവി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാഷ്ട്രങ്ങളിൽ ഒന്നാണ്. അവരെന്തുകൊണ്ടാണ് അവർ ദരിദ്രർ? പ്രധാനമായിട്ടും അവർ ദരിദ്രരാവുന്നത് അവരുടെ ഭക്ഷണ രീതി, അവരുടെ കൃഷി രീതി മഴയെ മാത്രം ആശ്രയിച്ചിരിക്കും. നമ്മുടെ നാട്ടിൽ പോലെ കനാലുകളൊന്നുമില്ല. അപ്പോൾ അവർ കൃഷി ചെയ്യണത് മഴവെള്ളം കൊണ്ടാണ്. അപ്പോൾ മഴ കുറഞ്ഞാൽ, മഴ കൂടിയാൽ, മഴ വൈകി വന്നാൽ അവരുടെ ആ കൃഷി നശിച്ചു പോവുകയാണ്. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഞാറ ആകുമ്പോൾ മഴ നിന്നാലും നമുക്ക് വെള്ളം കിട്ടും. പക്ഷേ ആ നാട്ടിൽ അത്രയായി ചെടിക്ക് മഴ നിന്നാൽ അതപ്പോൾ കരിഞ്ഞു പോകും. പിന്നെ വീണ്ടും കഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർക്ക് സാധിക്കുകയില്ല. അവർക്ക് വീണ്ടും വിത്ത് വാങ്ങാനുള്ള പൈസയില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഭക്ഷണം കുറയും. 3 നേരം കഴിക്കുന്നതിന് പകരം അവർ 1 നേരം കഴിക്കും. ചോറ് പോലത്തെ സാധനം കഴിക്കുന്ന ഒരു പാല പോലെ, അങ്ങനെ കുറുക്ക് പോലത്തെ സാധനങ്ങൾ കഴിക്കും. അപ്പോൾ കുറേ പേര് പട്ടിണിയാണ്, പ്രധാനമായിട്ട് ഏറ്റവും പട്ടിണിയാണ് അവരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ മലാവി എന്ന രാജ്യം നിലനിൽക്കുന്നത് മറ്റ് US, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സഹായം കൊണ്ടാണ് അവർ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത്. പിന്നെ അവരുടെ വേറൊരു കഷ്ടപ്പാട്, രോഗം വന്നാൽ ആശുപത്രികൾ അടുത്തില്ല. ഞാൻ ഇന്ന് ഓർക്കുകയാണ് റിജി ബ്രദറെ, ഞാനൊരു ദിവസം വണ്ടി ഓടിച്ച് പള്ളി പോവുക, കുർബാന കഴിഞ്ഞ് തിരിച്ച് വണ്ടി ഓടിച്ച് തിരിച്ചു വരുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു സൈക്കിള്, ഈ സൈക്കിളിൻ്റെ പുറകിൽ 2 ചക്രമുള്ള വേറെ എന്തൊരു സാധനം വെച്ചാണ്. അതിലൊരാളിങ്ങനെ കിടക്കുകയാണ്. ചോദിച്ച് പിടിച്ചു വന്നപ്പോൾ അവർ പറയും ഇത് ആംബുലൻസാണ് അവരുടെ. ഒരപ്പാപ്പൻ മരിക്കാറായി കിടക്കുമ്പോൾ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് 10-20 കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിലേക്ക് ഈ ഗ്രാമത്തിൽ നിന്ന് കൊണ്ടുപോകാനുള്ള അവരുടെ ആംബുലൻസ് സൈക്കിളാണ്.
സൈക്കിളിൻ്റെ പുറകിൽ അടുപ്പിച്ച് കെട്ടിയ ഒരു ഇത് 2 ചക്രമുള്ള അത്. അപ്പോൾ അവിടേക്ക് എത്തുമ്പോഴേക്കും ഒരു ഇത് വയ്യാത്തവരൊക്കെയാണ് ചിലപ്പോൾ മരിച്ചു പോയേക്കാം. അപ്പോൾ അതാണ് ഏറ്റവും വലിയ അവരുടെ ബുദ്ധിമുട്ട്. അപ്പോൾ എപ്പോഴും ഞങ്ങളോട് ചോദിക്കുന്നത് അച്ഛാ ഞങ്ങൾക്കൊരു ഡിസ്പെൻസർ ഒപ്പിച്ച് ചായും. അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. മൂന്നാമത്തെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് വിദ്യാഭ്യാസം ഒത്തിരി ദൂരങ്ങളൊക്കെ നടന്നാണ് കുഞ്ഞു മക്കൾ സ്കൂളിൽ പോകുന്നത്. മലകൾ താണ്ടി പുഴയൊക്കെ കയറി 8ാം ക്ലാസ് വരെയുള്ളൂ ബേസിക്. പിന്നെ എന്നാലും സ്കൂളുകളായാലും നല്ല സ്കൂളുകളില്ല, മഴ വന്നാൽ ചോരുന്ന സ്കൂളുകൾ. അതുകൊണ്ട് തന്നെ പല ക്ലാസ്സുകളും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു മരത്തിൻ്റെ കീഴിൽ ബോർഡ് വെച്ചാണ് അവർ പഠിക്കണത്. പരീക്ഷ എഴുതുവാണെങ്കിലും താഴെ ഇരുന്നൊക്കെയാണ്. അപ്പോൾ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. പക്ഷേ അവരുടെ സഹനത്തെയൊക്കെ കാണുന്നത് നമ്മൾ കാണുന്നത് പോലെയല്ല. നമുക്ക് സഹനം വരുമ്പോൾ നമ്മൾക്കറിയാം കേരളത്തിൽ എന്തോ ഒരു ആത്മഹത്യ, പക്ഷേ ആഫ്രിക്കയിൽ ആത്മഹത്യ വെരി വെരി റെയർ. അവർ അങ്ങനെ ആത്മഹത്യയൊന്നും ചെയ്യില്ല, അവർ പിടിച്ചു നിൽക്കും. ഇപ്പോൾ കാല് പോയാലും കൈ പോയാലും അവർ അങ്ങനെ മരിക്കുകയുള്ളൂ, അല്ലാതെ സ്വയം ജീവൻ എടുക്കുക എന്നത് അവരുടെ വെരി റെയർ. ഐ ഹാവ് നോട്ട് ഹേർഡ്. അങ്ങനെയൊക്കെയാണ് അവർ ബുദ്ധിമുട്ടുകൾ പറയാവുന്നത്. അച്ഛാ, ഞാൻ തിരിച്ചു അങ്ങനെ ഒരു സാഹചര്യങ്ങളുടെ നടുവിൽ അച്ഛൻ്റെ ഒരു ശുശ്രൂഷ മേഖലയായി ദൈവം കാണിച്ചു തന്ന ദൈവവചന പ്രഘോഷണം ഇന്ന് ആഫ്രിക്കയിൽ മാത്രമല്ല തീർച്ചയായിട്ടും മറ്റെല്ലായിടത്തും അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് ഈ ദൈവവചനം പങ്കുവയ്ക്കൽ. പ്രത്യേകിച്ച് വൈദികരിലൂടെ ദൈവവചനം ആളുകൾക്ക് സാധാരണമായ ഭാഷയിൽ പങ്കുവയ്ക്കപ്പെടേണ്ടത് എന്തുമാത്രം പ്രാധാന്യപ്പെട്ടതാണ് അച്ഛൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലും കൂടി പറയുന്നതായിരിക്കും. എൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിശുദ്ധ മദർ തെരേസ പറഞ്ഞൊരു കാഴ്ചപ്പാടാണ്. മദർ തെരേസ പറഞ്ഞത് ദ ഗ്രേറ്റസ്റ്റ് പോവർട്ടി ഇൻ ദ വേൾഡ് ഈസ് ഫോർ ലവ്. സ്നേഹം കിട്ടാതെയുള്ള ദാരിദ്ര്യമാണ്. അതെനിക്ക് ശരിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. എത്ര പാവപ്പെട്ടവനായാലും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, ഞാൻ പൈസ കൊണ്ടുവന്ന് പോകണം. അവിടെ ചെന്ന് അവരോട് വിശേഷം ചോദിക്കുക, അമ്മ മുളി ബാഞ്ചി സുഖമാണെന്ന് ചോദിക്കുന്ന മുളി ബാഞ്ചി ചിരിച്ചുകൊണ്ട് അങ്ങനെ ഒന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ മുഖത്തൊരു ചിരി വരും. പിന്നെ നമ്മൾ ആ ഈശോ എന്ന് പറയുന്നത് സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ്. സ്നേഹമില്ലെങ്കിൽ ദൈവമില്ല. അപ്പോൾ സ്നേഹമാകുന്ന ഈശോയെ നാം കൊടുക്കുമ്പോൾ തന്നെ അവർക്കൊരു സമാധാനമായി സന്തോഷമായി പിന്നെ നമ്മൾ ആ സ്നേഹമാകുന്ന ഈശോയെ വചനത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ചേട്ടൻ്റെ ചോദ്യം എത്രമാത്രം സുവിശേഷ വില പ്രാധാന്യമാണെന്നല്ലേ? ദൈവവചനം പങ്കുവെക്കേണ്ടതിൻ്റെ പ്രാധാന്യം എത്രമാത്രമാണ്. അപ്പോൾ ഇങ്ങനെ പട്ടിണി കൊണ്ടും യുദ്ധം കൊണ്ടുമൊക്കെ നിരാശയിലും ബുദ്ധിമുട്ടിലേക്ക് ആയിരുന്ന ജനങ്ങൾക്ക് നമ്മുടെ ദൈവവചനം, സ്നേഹത്തിൻ്റെ വചനം വലിയ ആശ്വാസമാണ്. ഒറ്റവാക്കി പറയുകയാണെങ്കിൽ അവർക്കൊരു പ്രതീക്ഷ കൊടുക്കുന്നു. നമ്മൾ കുറച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ചെല്ലുമ്പോൾ തന്നെ അവർക്കൊരു അഭിമാനം, ഓ എന്നെ ഈ അച്ഛൻ ബഹുമാനിച്ചു. അവരൊക്കെ ഇങ്ങനെ തഴഞ്ഞു കിടക്കുക ജനങ്ങൾ. രാഷ്ട്രീയക്കാരൊക്കെ അവിടെ അവർ പൈസ ഉണ്ടാക്കി ആ ഭാഗത്തേക്ക് തരില്ല. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ സ്നേഹത്തിൻ്റെ വചനങ്ങളൊക്കെ പറയുമ്പോൾ വലിയൊരു ആശ്വാസമാണ്. ഞാനൊന്നും ഓർക്കണം ബ്രദറെ, ഞാനിപ്പോൾ തിരിച്ചു പോകാനുള്ള ഒരു കാരണം എന്തുകൊണ്ടാണ്, ഞാനന്ന് ഒരു വൈദികൻ, എന്നെപ്പോലുള്ള മറ്റു വൈദികർ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ഒരു വിശുദ്ധ കുർബാന കൊടുക്കാനായിട്ട് മലകളൊക്കെ താണ്ടി നാം ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആശ്വാസം, അച്ഛോ ഞാൻ ഈശോയെ സ്വീകരിച്ചിട്ട് 3 വർഷമായി 2 വർഷമായി. അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഒരു വൈദികനില്ലാഞ്ഞിട്ടാണ് അവർക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കാത്തത്. അപ്പോൾ എത്രത്തോളം ഒരു വൈദികൻ ആഫ്രിക്കയ്ക്ക് പോകുമ്പോൾ ഒരു ഇതുണ്ട്. ഇവിടുത്തെ പലപ്പോഴും അച്ഛന്മാരുടെ കുറവുകൊണ്ടല്ല പലരും ഈ കുർബാന സ്വീകരിക്കും, മറ്റു പല കാരണം കൊണ്ടാണ്. പക്ഷെ അവിടെ വിശുദ്ധ കുർബാന ലഭിക്കാത്തത് അച്ഛന്മാരുടെ കുറവ് കൊണ്ടാണ്. അപ്പോൾ എനിക്ക് അത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ചിലപ്പോൾ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, പക്ഷേ അത് വലിയൊരു കാര്യമായിട്ട് ദൈവം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും കേരളത്തിലൊക്കെ ഉള്ള വൈദികർ ഈ ഒരു വിളി കേൾക്കട്ടെ. ഒന്ന്, ധാരാളം പുതിയ ദൈവവിളികൾ ഉണ്ടാവട്ടെ. കാരണം ഇപ്പോഴും ഇതുപോലെ ഒരു വചനത്തിനു വേണ്ടി ദാഹിക്കുന്ന, ഈശോയെ സ്വീകരിക്കാൻ കുതിക്കുന്ന ആളുകൾക്ക് ഒരു പൗരോഹിത്യം സ്വീകരിച്ചവരുടെ ലഭ്യതയില്ലാത്തതിൻ്റെ പേരിൽ സ്ട്രഗിൾ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് സഭയുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ വളരെ വ്യത്യസ്തമായ മറ്റൊരു ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഒരുപക്ഷെ ഒരു വൈദികൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു പ്രതിസന്ധിയും ഒരുപക്ഷെ കേരളം, ഇന്ത്യ പോലുള്ള പശ്ചാത്തലങ്ങളിൽ ആളുകൾ ഇങ്ങനെ വളരെ സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നതും ഒരു വൈദികന് തെറ്റുപറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അത് ആളുകളുടെ പ്രശ്നമാണ് എനിക്കെന്ന് തോന്നുന്നില്ല. കാരണം അവർ പ്രതീക്ഷിക്കുന്നത് ഒരു പുരോഹിതനിൽ നിന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ
സമ്പൂർണമായ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, ശുദ്ധമായ കാര്യങ്ങൾ മാത്രമാണ് അതെ ജനം പ്രതീക്ഷിക്കുന്നത്. അതെ. പക്ഷേ സ്വാഭാവികമായിട്ട് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വൈദികർ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് പോകുന്നവരാണ്, നമ്മളെപ്പോലുള്ള ആളുകളാണ്. അതെ എൻ്റെ ചോദ്യം ഇതാണ്, അതെ ഇത്രയും പരിശീലനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷേ എങ്കിലും ആഫ്രിക്ക പോലത്തെ ഒരു സ്ഥലത്ത് പ്രത്യേക, കാരണം ധാരാളം ഒരു കൾച്ചറിൻ്റെ പ്രത്യേകതകൾ ഉള്ളൊരു സ്ഥലം കൂടിയാണ്. കാരണം ഞാൻ ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലും കൂടിയാണ് എൻ്റെ ചോദ്യം. ഇത്തരമൊക്കെ സാഹചര്യങ്ങളിലും എവിടെയായിരുന്നാലും, അവിടെ മാത്രമല്ല എവിടെയായിരുന്നാലും, ഒരു വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ഒരു വിശുദ്ധ വൈദികനായി, നല്ല വൈദികനായി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ എന്താണ് നമുക്ക് അത്തരം ഒരു കാര്യത്തിൽ എങ്ങനെയാണ് അച്ഛന് ഒരു വിശുദ്ധ വൈദികനായി ജീവിക്കാൻ ഞാൻ സാധിക്കുന്നത്? വിശുദ്ധ വൈദികനല്ല ബ്രദറെ, ഞാൻ വിശ്വസ്തനായ വൈദികനായി ജീവിക്കാൻ എങ്ങനെ സാധിക്കുന്നു? അല്ലെങ്കിൽ വീണു പോകുന്നെങ്കിൽ എങ്ങനെ എഴുന്നേക്കാൻ സാധിക്കും? എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറയാം. തീർച്ചയായിട്ടും ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു ആന്റണി പറങ്കിമാൻ അച്ഛൻ പറയായിരുന്നു, അച്ഛൻ ആഫ്രിക്കയ്ക്ക് പോകും മുമ്പ് അച്ഛൻ്റെ ആത്മീയഗുരു ഇങ്ങനെ പറഞ്ഞു അത്ര, അച്ഛൻ അവിടേക്ക് പോകണം, ശ്രദ്ധിച്ചോളൂ, സെക്സിൻ്റെ കാര്യത്തിൽ ആഫ്രിക്ക ഏറ്റവും മോശമാണ്, അച്ഛൻ നന്നായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇവിടെ എനിക്കും അതാ പറയാനുള്ളത്. ഞാൻ ഈ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ സ്വന്തം ബന്ധങ്ങളുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരേ ചോദ്യം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് നിങ്ങളൊക്കെ എൻ്റെ കൂടെയുണ്ട്. ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ താമസിക്കുന്ന ആശ്രമത്തിൽ ഞാൻ ഏകനാണ്, ഒരേ മലയാളി, ബാക്കിയെല്ലാം ആഫ്രിക്കക്കാർ. ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് എൻ്റെ ശക്തി. അപ്പോൾ ബ്രദറെ, ഞാൻ ഒത്തിരി പരീക്ഷകളുണ്ടായിട്ടുണ്ട്. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നത് ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട്. വിളിച്ച ദൈവം ഇപ്പോഴും വീണാലും വിടുത്ത് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ വിശുദ്ധിയെ സൂക്ഷിക്കാം എന്ന് ചോദിച്ചാൽ, ഞാൻ ചെയ്യുന്നത് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഒരു മാസത്തിൽ 1-1.5 മാസം ഒരിക്കലും കൂടാത്ത രീതിയിൽ കുമ്പസാരിക്കും. അടുത്ത് നമുക്ക് വിശ്വസിക്കാവുന്ന വൈദികരായിട്ട്, ആത്മാരായിട്ട്, പിന്നെ കരിസ്മാറ്റിക് ലെവലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യും, അനുഭവങ്ങൾ ഷെയർ ചെയ്യും. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു പീഡയുണ്ടായാൽ അതിനെ എങ്ങനെ കീഴടക്കാമെന്ന് ഞാൻ ആൾക്കാരോട് ചോദിക്കും, ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യും. അതിന് പറ്റിയ വചനങ്ങൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാലോ, ഐ തിങ്ക് ഗലേഷ്യൻസ്, all those who belong to Christ Jesus have crucified the flesh with its passions and desires. അതിന് മലയാളം ഞാൻ മറന്നുപോയി. ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവർ അവർ തങ്ങളുടെ ശരീരത്തെ അതിൻ്റെ ഭോഗാസക്തിയോടെല്ലാം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഈ വചനമൊക്കെ 2 പ്രാവശ്യം പറയുമ്പോഴേക്കും കുറേ പീഡകളൊക്കെ അവിടെ വിട്ടുപോകും. അപ്പോൾ വചനം ഉപയോഗിക്കും, വചനമാവുന്ന വാട് ഉപയോഗിക്കും. പിന്നെ കൊന്തയാണ്, ഇടയ്ക്കൊക്കെ മറന്നു പോയാലും കൊന്തയാണ് വേറൊരു ബലം. അപ്പോൾ ജീവിക്കും. മൂന്നാമതായിട്ട്, ഏറ്റവും പ്രധാനമായിട്ട് വൈദികൻ എന്ന നിലയ്ക്ക് സംശയപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിനുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത്, നമ്മളിങ്ങനെ സ്ത്രീകളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ തുറന്ന് സംസാരിക്കുക, എല്ലാം മറ്റുള്ളവരോട് പറയുക. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടെങ്കിൽ ഒരു സ്ത്രീ എന്നെ കാണാൻ വരുന്നത് ഞാൻ പറയും, ഇന്ന സ്ത്രീയാണ്, തുറന്നായ സ്ഥലങ്ങളിൽ നിന്ന് സംസാരിക്കുക. എൻ്റെ ആത്മീയഗുരു പറഞ്ഞ ഒരു സ്ത്രീ, ഏതെങ്കിലും പെൺകുട്ടി 4-5 പ്രാവശ്യം 3-4 പ്രാവശ്യം നമ്മുടെ അടുത്ത് കൗൺസിലിംഗ് എന്തിനു വന്നാലും പിന്നെ നിരുത്സാഹപ്പെടുത്തുക. അങ്ങനെ സ്ത്രീകളുമായ ബന്ധത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ അടുത്ത് കിട്ടിയ ഞാനൊരു അനുഭവം എന്നോട് പറയാൻ കേട്ടോ, എനിക്ക് കിട്ടിയൊരു ചിന്ത, ഞാൻ പാലിക്കാൻ ശ്രമിക്കുന്നു. വൈദികരെന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന് വേണ്ടി ഷണ്ടനാക്കപ്പെട്ടവനാണ്. അപ്പം ഞാൻ ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ആ മനോഭാവം വെച്ച് പുലർത്തണം. എങ്കിലാണ് എനിക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. എനിക്ക് പൗരോഹിത്യത്തിൽ നിന്ന് തട്ടിപ്പിതാവനുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ മോനെ ഇന്നൊരു റോക്കറ്റ് പോലെ ഞാൻ വിട്ടിട്ടുണ്ട്. ആ റോക്കറ്റ് എന്നും മുകളിലുണ്ടാവണം. ഞാൻ വൈദികനായാലും ഒത്തിരി സഹിച്ചവരുണ്ട്, വൈദികനാവാൻ ഒത്തിരി പ്രാർത്ഥിച്ചവരുണ്ട്. അവരൊക്കെ ഞാൻ ബഹുമാനിക്കണം. അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ നിൽക്കണം. ഞാൻ വീണു പോയാൽ അവരെയൊക്കെ ഞാൻ വിഷമിപ്പിക്കും, എൻ്റെ ഈശോയെ വിഷമിപ്പിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ജീവിച്ചു പോകണം ബ്രദറെ. എങ്കിലും പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. അച്ഛാ, ഈ വളരെ തുറന്ന ഒരു ഷെയറിങ്, ഒത്തിരി കാരണം വളരെ ഒരു ആത്മാർത്ഥത്തോടു കൂടി അച്ഛൻ പറയുന്ന വാക്കുകളാണ് ഇതെന്നറിയാം. കാരണം അച്ഛന് ഒരു വിശുദ്ധനല്ലാത്തത് കൊണ്ടല്ല ഞാൻ വിശുദ്ധനല്ല എന്ന് പറഞ്ഞത് എന്നുള്ള എനിക്ക് വളരെ കൃത്യമാണ്. അച്ഛനോടുള്ള ഈ ചുരുങ്ങിയ ഇടപഴകലിൽ അച്ഛൻ വിശുദ്ധനായതുകൊണ്ടും അച്ഛൻ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന വൈദികനായതുകൊണ്ടും തന്നെയാണ് അച്ഛൻ അത്ര എളിമയോടെ ഞാൻ വിശുദ്ധനല്ല, വീണു പോകുന്നുണ്ട് എന്ന വാക്കുകൾ പോലും അച്ഛൻ ഉപയോഗിച്ചത് എന്ന് ക്ലിയറാണ്. ദൈവം ഇന്നുള്ള ഈ ഒരു വിശ്വസ്തതയിലും വിശുദ്ധിയിലും തന്നെ അച്ഛനെ മുമ്പോട്ടും കാത്തു സൂക്ഷിക്കട്ടെ എന്നെ എൻ്റെ തീർച്ചയായിട്ടും എൻ്റെ പ്രാർത്ഥന അതാണ്. പക്ഷേ ഈ വർത്തമാനത്തിൻ്റെ ഇടയിൽ അച്ഛൻ എവിടെയോ പറഞ്ഞു ജപമാലയാണ്
ഈ എൻ്റെ ഒരു ശക്തി എന്ന് അച്ഛൻ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അങ്ങനെ പറഞ്ഞു തോന്നുന്നു. അപ്പോൾ എന്താണ് അച്ഛാ ജപമാലയും മാതാവുമായിട്ടുള്ള അച്ഛൻ്റെ ബന്ധം? പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ എന്നും കൊന്തെത്തിയുമായിരുന്നു. അമ്മയാണ് ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും നിക്കർ മാത്രം ഇട്ടിട്ട് വലിയ കൊന്തയിട്ട് നടക്കുമെന്ന് അച്ഛൻ പറഞ്ഞൊരു കാര്യം നടക്കുമായിരുന്നു. പിന്നെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാതാവിനെ പറ്റിയുള്ള ചോദ്യങ്ങളൊക്കെ വന്നു. ഏതോ ഒരു ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു, കൊന്തയൊന്നും എന്ന് ചെല്ലിയതിന് കുഴപ്പമൊന്നുമില്ല, മാതാവ് ഈസ് ഉള്ളിയെ സഹരക്ഷക. അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ ഞാൻ കുറേ നാളത്തെ കൊന്തയും കൂടെ ഉപേക്ഷിച്ചു. ഒരു 3-4 മാസം കേട്ടോ, അങ്ങനെ ഉപേക്ഷിച്ചു. പിന്നെ അങ്ങനെ ഇടയ്ക്ക് മാതാവിനുള്ള ഭക്തി കുറഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ സെഹിയോനിലെ ധ്യാനത്തിന് പോകുന്ന ദിവസം, അപ്പോൾ അട്ടപ്പാടിയിൽ ആഫ്രിക്കയ്ക്ക് പോകുന്നതിന് മുമ്പാണ് ഇത്. അപ്പോൾ സാധാരണ ഇതിൽ ഞാൻ ചെല്ലണേ. അവിടുത്തെ കൗൺസിലിംഗ് സമയത്ത് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, കർത്താവേ ഞാൻ ആഫ്രിക്കയ്ക്ക് പോകണോ, ഞാൻ ഇങ്ങനെ ഇരിക്കണം, എനിക്ക് വല്ല രോഗമൊക്കെ പിടിപെട്ട് ആകെ നാണക്കേടാവുമല്ലോ, സഭയ്ക്ക് മോശം, വീട്ടുകാർക്ക് മോശം, ഞാൻ ആഫ്രിക്കയ്ക്ക് തന്നെയാണ് എൻ്റെ വീട്. ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്ന സമയത്താണ് ഞാൻ ധ്യാനത്തിന് പോകുന്നത്. ആ കൗൺസിലർ ധ്യാനത്തിൻ്റെ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ ഞാനൊരു പ്ലെയിൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അതെനിക്ക് വലിയൊരു ശക്തിയായി. കാരണം ഒന്നും അറിയാത്ത ബ്രദറെ അങ്ങനെ പ്ലെയിൻ പോകുന്നെന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ എല്ലാം ബുക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതെനിക്കൊരു ശക്തിയായി. രണ്ടാമതായിട്ട് ഈ ബ്രദർ പറയാം, ബ്രദറെ ഓക്കെ എല്ലാം ശരിയാണ്, പക്ഷെ മാതാവ് കുറേ അകലെയാണല്ലോ നിൽക്കുന്നത്. ബ്രദറെ അന്ന് വരെ എനിക്ക് ഭയങ്കര വിഷമമായി. കർത്താവേ, ഒരു ബ്രദറായ എന്നോട് ഇങ്ങനെ പറഞ്ഞു, മാതാവ് കുറേ അകലെ നിൽക്കണം, മാതാവിൻ്റെ അഭിഷേകം ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ ഞാനിത് വേറെ ബ്രദറിനോട് പറഞ്ഞു. അപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു, ബ്രദറിനെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ആ ബ്രദർ അങ്ങനെ പറഞ്ഞത്, ബ്രദർ കൂടുതൽ മരിയഭക്തിയിൽ വളരണം. അന്ന് മുതൽ ഞാൻ കൂടുതൽ മാതാവിനെ പറ്റിയുള്ള ടോക്ക് കേൾക്കും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, മാതാവിനെ പറ്റിയുള്ള ബിനോയ് കരുമരുതികളല്ലേ അച്ഛൻ്റെ ടോക്ക് കേട്ടു. അപ്പോൾ ഇപ്പോഴും ഓർക്കുന്നു, ഒരു വൈദികന് ശുദ്ധത, വൈദികന് ചാസ്റ്റിറ്റി എന്ന പുണ്യത്തിൽ വളരണമെങ്കിൽ മാതാവ് വേണം. മാതാവിനോടുള്ള ഭക്തി ഒരു വൈദികനെ അതിൽ വളർത്തും. അപ്പോൾ എപ്പോഴും മാതാവിനോട് ഞാൻ ആ ബന്ധം എൻ്റെ മുറിയിലൊരു മാതാവിൻ്റെ രൂപമുണ്ട്, ഞാൻ കുറച്ചൊരു വലുത് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ആ ഓർമ്മ മാതാവിനോട് പ്രാർത്ഥിക്കണം, മാതാവില്ലാതെ ശുദ്ധതയിൽ നിലനിൽക്കാൻ സാധിക്കില്ല എന്നൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മാതാവിനോടുള്ള മര്യഭക്തി എനിക്ക് വലിയൊരു ശക്തിയാണ്. പലപ്പോഴും കൊന്തെത്തിക്കാൻ മറന്നുപോകുന്നുണ്ടെങ്കിലും ഞാനിപ്പോഴും ആ ഭക്തി, മാതാവിനോടുള്ള ഭക്തി എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അല്ല, മാതാവിൻ്റെ ആ ഒരു മാതാവിനുമായിട്ടുള്ള അച്ഛൻ്റെ അടുപ്പം അച്ഛൻ്റെ വാക്കുകളിൽ തന്നെ വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് ആ ഒരു സിഹിയോനിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അച്ഛൻ പറയുമ്പോഴും ധാരാളം വൈദികരുടെ ജീവിതത്തിലും ഞാൻ ഈ വിഷയം കേട്ടിട്ടുണ്ട്. അവർക്ക് 2 അമ്മമാരും ഒരുപോലെ ജീവിതത്തിൽ ഒരു ശക്തിയാണ്. പരിശുദ്ധമ്മ എപ്പോഴും കൂടെ നടക്കുകയും മറ്റമ്മച്ചി വീട്ടിലിരുന്ന് എപ്പോഴും കൊന്തല്ലുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ധാരാളം വൈദികരുടെ ഷെയറിങ് ഞാൻ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഈ വാക്കുകളിൽ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും അതിലുപരി അമ്മയിലുള്ളൊരു ഉറപ്പ് അച്ഛൻ്റെ വാക്കുകളിൽ തന്നെ വളരെ വ്യക്തമാണ്. ഞാൻ പരിശുദ്ധ അമ്മയുടെ ആ ഒരു ഇതിനോട് ചേർന്ന് തന്നെ മറ്റൊരു ചോദ്യം, കപ്പുച്ചിൻ സഭയുടെ എല്ലാമായ അല്ലെങ്കിൽ ജീവിതമായ സത്തയായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ കുറിച്ചും കൂടി അച്ഛന് ആദ്യത്തെ എപ്പിസോഡിൽ ചെറുതായിട്ടൊന്ന് സംസാരിച്ചു തുടങ്ങി, പാവങ്ങളുടെ ആ ഒരു മേഖലയെ പരാമർശിച്ചുകൊണ്ട്. എന്താണ് പുണ്യവാളനെ കുറിച്ച് അച്ഛന് പറയാനുള്ളത്? പുണ്യവാളനെ കുറിച്ച് പറയാനായിട്ടുള്ളത്, പുണ്യവാളൻ എപ്പോഴും പാവങ്ങളുടെ അടുത്ത് ചെല്ലുകയും, ഫ്രാൻസിസ് അസീസിക്ക് ആദ്യമായിട്ട് മാനസാന്തരം സംഭവിച്ചപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം ചെന്നത് കുഷ്ഠരോഗികളുടെ അടുത്തേക്കായിരുന്നു. അന്നത്തെ കാലത്ത് അവഗണിക്കപ്പെട്ട അവരിൽ ഏറ്റവും താഴെക്കിടയിൽ കിടന്ന കുഷ്ഠരോഗികൾ. അപ്പോൾ ഇന്നും ഞങ്ങളുടെ അച്ഛന്മാരെ ഞങ്ങളെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. മക്കളെ, നിങ്ങൾ ഏറ്റവും പാവപ്പെട്ടവരിൽ, ആരും ചെന്നെത്താത്ത ഇടങ്ങളിൽ നിങ്ങൾ ചെല്ലണം. അതാണ് നമ്മുടെ കാരിസം. യൂറോപ്പിലൊക്കെ ഓർമ്മയുണ്ട്, പ്ലേഗ് ബാധിച്ചപ്പോൾ അവിടേക്ക് മാർപ്പാപ്പ വിട്ടത് കപ്പുച്ചിൻ അച്ഛന്മാരെയാണ്. അപ്പോൾ ഇപ്പോഴും ഫ്രാൻസിസ് അസീസിയുടെ സഭയെ ഞങ്ങൾ ശരിക്കുള്ള പേര് നിസാര സന്യാസ സഹോദരരെന്നാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നു. ഫ്രാൻസിസിൻ്റെ വേറൊരു ഇത് എനിക്ക് മനസ്സിലായത്, ഞാനിവിടെ വായിച്ചതാണ് സാറേ. ഇങ്ങനെ ഒരു കാര്യം, നമ്മൾ വഴക്കം കൂടാണ്, അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ഇരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ യു ആർ എൻ ഇഡിയറ്റ്, പലപ്പോഴും നമ്മെ പലരും പരിഹസിക്കും. അപ്പോൾ ഫ്രാൻസിസ് പറയുന്നത് ഇങ്ങനെയാണ്, ഇറ്റ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ, ഇത് നിങ്ങൾക്കൊരു അവസരമാണ്, ഞാൻ അത്രയേ ഉള്ളൂ, അങ്ങനെ നമുക്ക് എളിമപ്പെടാനായിട്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ പരിഹസിക്കുമ്പോൾ ദാറ്റ് ഈസ് വാട്ട് ഐ ആം. എൻ്റെ പേരെന്താണ്? എൻ്റെ സഭയുടെ പേര് നിസാര സന്യാസ സഹോദരരുടെ സഭ. അപ്പോൾ ദർ ഈസ് നത്തിങ്, നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടതാണ്, യു ആർ യൂസ്ലെസ്. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നത് ഫ്രാൻസിസ് അസീസിയുടെ ആ വിനയവും എളിമയും നമ്മെ ശരിക്കും
ഈ സഹനത്തിൽ കൂടെയൊക്കെ പിടിച്ച് നടത്താനായിട്ട് സഹായിക്കും. ഫ്രാൻസിസ് അസീസിയുടെ അതൊക്കെ പാവങ്ങളോടുള്ള സ്നേഹം, നിസാരനായിട്ട് ജീവിക്കാനുള്ള ആഗ്രഹം, ഹ്യൂമിലിറ്റി ഈസ് ട്രൂത്ത്. ഞാൻ ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ ഞാൻ വയ്ക്കും ഞാൻ വലിയ ആളാണ്, പക്ഷെ അത് ശരിയല്ല, അത് നുണയാണ്, നമ്മളൊന്നുമല്ല. അപ്പോൾ ഫ്രാൻസിസ് അസീസിയുടെ ആ ആധ്യാത്മികത അത് സത്യമാണ്. ആ സത്യം നമ്മുടെ ജീവിതത്തിൽ നാം പാലിച്ചാൽ നമുക്ക് സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. അതുകൊണ്ടാണ് ഫ്രാൻസിസ് അസീസിയുടെ രണ്ടാം ക്രിസ്തു എന്ന് വിളിച്ചല്ലോ. അപ്പോൾ ഇപ്പോഴും ഞാൻ ഫ്രാൻസിസ് അസീസിയുടെ ആ രീതിയിൽ ഈശോയെ അനുഗമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എങ്ങും എത്തിയിട്ടില്ല എങ്കിലും ആ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് കാരണം ഫ്രാൻസിസ് അസീസി വിജയിച്ചു. അപ്പോൾ ഫ്രാൻസിസ് അസീസിയുടെ സ്ഥാപിച്ച സഭയിൽ ജീവിച്ചാൽ നമുക്ക് സാധിക്കും, ഒരു വിശുദ്ധനാവാൻ പറ്റും, നമുക്ക് സന്തോഷം കണ്ടെത്താൻ നമുക്ക് നിത്യജീവൻ കിട്ടും എന്നുള്ള ഉറപ്പുണ്ട്. ആ ഫ്രാൻസിസ് അസീസി സ്ഥാപിച്ച ആ സഭയിൽ ഇപ്പോഴത്തെ അച്ഛൻ ഭാഗമായിരിക്കുന്ന ഒരു പ്രൊവിൻഷ്യൽ ഡെലിഗേറ്റ് അല്ലെങ്കിൽ വൈസ് പ്രൊവിൻസിൻ്റെ ഒരു കൗൺസിൽ മെമ്പർ കൂടിയാണ് അച്ഛൻ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇടവകയുടെ ചാർജും കൂടിയുണ്ട്, ശരിയല്ലേ? ഇപ്പോൾ ഇടവക വികാരിയാണ്. ആദ്യം ഞാൻ ചോദിച്ചപ്പോൾ അന്ന് വികാരിയല്ല, അസിസ്റ്റൻ്റ് അല്ല എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടെങ്കിൽ ഇതിനകത്ത് രക്ഷപ്പെടാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഇടവക വികാരിയും പ്രൊവിൻഷ്യൽ ഡെലിഗേറ്റിലെ കൗൺസിലറുമാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ ഉത്തരവാദിത്തങ്ങൾ പ്രത്യേകിച്ച് ആദ്യ ഭാഗം ഞാൻ ചോദിക്കുന്നത്, പ്രൊവിൻഷ്യൽ ഡെലിഗേറ്റ് രണ്ടാമത് വരാം, ആദ്യ ഭാഗം ചോദിക്കുന്നത് അവിടുത്തെ ഒരു ഇടവക വികാരി എന്ന രീതിയിൽ അച്ഛൻ്റെ അനുഭവങ്ങൾ, ഒരു അജപാലന അനുഭവങ്ങളെന്ന് പറയാം. പാസ്റ്റൽ എക്സ്പീരിയൻസ് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു, ഒരു പാസ്റ്ററൽ വൈദികനാവണമെന്ന്. ഇങ്ങനെ ജനങ്ങളുടെ ഇടയിലൂടെ നടക്കുന്ന, ഇതിക്ക് മുമ്പ് ഞാനൊരു സെമിനാരിയുടെ ചാർജായിരുന്നു. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എന്നെ ഒന്ന് മാറ്റാവോ, അങ്ങനെ എന്നെ ഒരു പാസ്റ്റർ ഫീൽഡിലേക്ക് വിട്ടതാണ്. ഐ എം വെരി ഹാപ്പി, എനിക്ക് വളരെ സന്തോഷമാണ് ഒരു പാസ്റ്ററിൽ ഇങ്ങനെ ഒരു ഇടയനായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ ഇടവക അതിർത്തിയിലുള്ള ഏത് കുടുംബത്തിലും എന്ന് കയറി ചെന്ന് ഈശോയുടെ നാമത്തിൽ അവരെ ആശ്വസിപ്പിക്കുവാനും ഈശോയുടെ നാമത്തിൽ അവരോർക്ക് കൂദാശകൾ പരിഗമിച്ച് നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട് മെത്രാൻ്റെ അനുവാദത്തോടെ. അപ്പോൾ അതിൽ ഞാൻ അഭിമാനിക്കുന്നു, എനിക്ക് വളരെ സന്തോഷം, ഈശോയ്ക്ക് നന്ദി പറയുന്നു. എങ്കിലും കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇതൊരു പാവപ്പെട്ട രാജ്യം ആയതുകൊണ്ട് ഒരു ഇടവക നടത്തണമെങ്കിൽ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ക്വാളിറ്റി വേണം, ഒരു ഇടയൻ്റെ കൃപ വേണം. ഞാൻ അഡ്മിനിസ്ട്രേറ്റീവായിട്ട് ഞാൻ വളരെ പൂറാണ്, അഡ്മിനിസ്ട്രേഷൻ ലെവൽ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. പക്ഷേ എൻ്റെ കൂടെയുള്ള അച്ഛന്മാർ അതിനൊക്കെ എന്നെ സഹായിക്കുന്നു. അങ്ങനെയൊക്കെ എനിക്കെന്നെ വളരെ കർശനമായിട്ട് ആൾക്കാരോടൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കാനൊക്കെ ഒരു കഴിവുറവുണ്ട്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എങ്കിലും ഞാൻ പരമാവധി കുർബാനയ്ക്കൊക്കെ ചെല്ലും, പരമാവധി സ്ഥലത്തൊക്കെ സ്കൂളുകളിലും പള്ളികളിലൊക്കെ പോയിട്ട് കുർബാന കൊടുക്കാൻ ശ്രമിക്കും. ആൾക്കാരോട് എല്ലാം സാധിക്കുന്നിടത്തൊക്കെ മരണാവശ്യത്തിന് ചെല്ലും, വചനം പറയും, ആൾക്കാരെ കടക്കും, സെമിത്തേരി പോവും, അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നു സാറേ. കർശനമായി മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്യിക്കാൻ പല വഴിയുണ്ടല്ലോ അച്ഛാ. ചിലപ്പോൾ നമുക്ക് ദേഷ്യപ്പെട്ടും വാശി പിടിച്ചൊക്കെ ചെയ്യിക്കാം. പക്ഷെ അതിനേക്കാളും വലിയൊരു കഴിവ് അച്ഛന് ദൈവം തന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ ക്ലിയറാണ്. അവരുടെ ഹൃദയത്തെ കീഴടക്കിയാലും അച്ഛന് കർശനക്കാരനായി മാറാൻ പറ്റും. അതുകൊണ്ട് അതിനകത്ത് അച്ഛൻ ഒരു സംശയവും വേണ്ട. പക്ഷേ എൻ്റെ മറ്റൊരു ചോദ്യമല്ല, അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു അച്ഛൻ പറയുമ്പോഴെല്ലാം അച്ഛൻ്റെ ഒരു ദൈവം തന്ന വലിയൊരു പ്രത്യേകത ഒരു വലിയ ഹൃദയമാണ്. ഹൃദയമെന്ന് ഞാൻ പറയാനുള്ള കാരണം, അച്ഛൻ ആദ്യത്തെ എപ്പിസോഡ് മുതൽ പങ്കുവയ്ക്കും. അച്ഛനത് ബോധപൂർവം പറയുന്നതാണോ ഹൃദയത്തിൽ നിന്ന് അറിയാതെ വരുന്നതാണോ എനിക്കറിയത്തില്ല. ആളുകളിലേക്ക് പോകണം, ആളുകളോടൊപ്പമാകണം, ആളുകളുടെ കൂടെ ആയിരിക്കണം. അച്ഛന് അന്ന് സെമിനാരിൽ പഠിക്കുന്ന കാലത്ത് പോലും ഒരു സാധനം മേടിക്കാൻ വിട്ടാൽ സമയം കിട്ടിയാൽ കുറച്ച് ദൂരോടെ നടന്നു പോകും. കൂടുതൽ ആളുകളുമായിട്ട് ഇടപഴകാലോ, കൂടുതൽ ആളുകളെ കാണാലോ. അത് മാത്രമല്ല, കാഴ്ചയല്ല. അച്ഛൻ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എന്നിട്ട് വൈകുന്നേരം തിരിച്ചു വന്ന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ആശ്രമത്തിലിരിക്കുമ്പോൾ ഈ കണ്ട ആളുകളെല്ലാം മനസ്സിൽ കൊണ്ടുവരികയും അല്ലെങ്കിൽ മനസ്സിൽ വരികയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പറ്റും എന്ന് പറഞ്ഞതാണ് ഒരു വൈദികൻ്റെ. കാഴ്ച കാണൽ ആർക്കും കാണാം, പക്ഷെ ഒരു വൈദികൻ്റെ ഒരു വലിയ ദൗത്യബോധം എത്തുന്നത് ആളുകളിലേക്ക് ഇറങ്ങുകയും അവർക്ക് ശുശ്രൂഷ പരികർമ്മം ചെയ്ത് എത്തിച്ചു കൊടുക്കുകയും, പ്രത്യേകിച്ച് അങ്ങേയറ്റം അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് വാതിൽ തുറന്നിട്ട് ആളുകളെ എലിക്കണി കണിച്ചു വെച്ച്, ഒരു എലിപ്പെട്ടി കണിച്ചു വെച്ച് ചാടുന്നവനെ പിടിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന അപ്രോച്ചിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സക്രാരി ആയി തന്നെ മാറിക്കൊണ്ട് വൈദികൻ ഈശോയെ നെഞ്ചിലേറ്റി ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന അച്ഛൻ്റെ ഈ മനോഭാവം, അത് അടിപൊളി അച്ഛൻ. പക്ഷേ എൻ്റെ മറ്റൊരു ചോദ്യം നമ്മൾ ആദ്യം ചോദിച്ചതാണ്, ഈ ഡെലിഗേറ്റിലെ ഈ ഒരു കൗൺസിലർ എന്നുള്ളൊരു ഉത്തരവാദിത്വം ഒക്കെ ഏൽപ്പിക്കുമ്പോൾ അങ്ങനെ വലിയ ആളൊക്കെ ആയല്ലോ അല്ലേ? ആളല്ല, അച്ഛൻ സമ്മതിക്കില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ചോദിച്ചത്. എന്താണ് അച്ഛാ ആ ഒരു ഉത്തരവാദിത്തത്തെ കുറിച്ച് അച്ഛന് പറയാനുള്ളത്?
തീർച്ചയായിട്ടും അതിൻ്റെ ഒപ്പം അച്ഛൻ്റെ കോൺഗ്രിഗേഷനെ കുറിച്ചും പറയാം. ബ്രദറെ, ഇപ്പം ഞങ്ങളിപ്പോൾ ആഫ്രിക്കയിലെ 30 വർഷമായി ഞങ്ങൾ അവിടെ ചെന്നിട്ട്. അപ്പോൾ തുടക്കകാലത്ത് നമ്മുടെ അച്ഛന്മാർ തന്നെയായിരുന്നു അവിടുത്തെ സുപ്പീരിയേഴ്സ്. പയ്യെ പയ്യെ നമ്മൾ വളർത്തിയപ്പോൾ അവിടുത്തെ അച്ഛന്മാരായി. അപ്പോൾ നമുക്കറിയാം ഓട്ടോമാറ്റിക്കലായിട്ട് അവിടുത്തെ അച്ഛന്മാർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം വേണം, കൂടുതൽ പോസ്റ്റൊക്കെ വേണം എന്നൊരു ചിന്ത വന്നു. അപ്പോൾ പിന്നെ അവരുടെ കാര്യങ്ങൾ നമ്മൾ ബഹുമാനിക്കുന്നില്ല എന്നുള്ള ചിന്തകൾ വന്നു. അപ്പോൾ ചെറിയൊരു സ്പർദ്ധ അവിടെ ഉണ്ടിപ്പോൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചെറിയ ടെൻഷനിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ്. അപ്പോൾ എങ്ങനെയോ എന്നെ അതിലേക്ക് ഏൽപ്പിച്ചു. ഇപ്പോൾ എൻ്റെ സുപ്പീരിയർ കുസ്തോസ്, അതാണ് സുപ്പീരിയർ, മെയിൻ സുപ്പീരിയർ. ഹീസ് എ ടാൻസാൻ വൈദ്യൻ. കൂടെയുള്ള മറ്റേ അച്ഛൻ ഒരു സാമ്പിയനാണ്. അപ്പം ഞാൻ മാത്രമാണ് ഒരു മലയാളി. അപ്പോൾ ബ്രദർ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാനിപ്പോൾ 2 പേരുടെ ഇടയ്ക്കാണ്. ആഫ്രിക്കക്കാരുടെ മധ്യസ്ഥനാണ്, ഇന്ത്യക്കാരുടെ മധ്യസ്ഥനാണ്. അപ്പോൾ 2 പേരുടെയും വഴക്കും കേൾക്കണം, 2 പേർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണം. അങ്ങനൊരു ഇതിലാണ്. ഞാൻ അധികമൊന്നും ചെയ്യുന്നില്ല, ഞാനവിടെ പോയിരിക്കും, ആവുന്ന കാര്യങ്ങളൊക്കെ പറയും. പിന്നെ ദൈവമാണല്ലോ നടത്തണത് ബ്രദറെ. അങ്ങനെയൊക്കെ പോണു. എനിക്ക് സാധാരണ ഈ ബ്രദറെ എന്നുള്ള വിളി അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഈ ചേട്ടൻ വിളിച്ച് പിന്നെ ഇഷ്ടം. പക്ഷേ എങ്കിലും അച്ഛൻ വിളിക്കുമ്പോൾ കുഴപ്പമില്ല തോന്നുന്നു. കാരണം ശമ്പളം അങ്ങനെ ശീലാക്കണ്ട. കാരണം ആ അച്ഛൻ്റെ ഒരു ശുദ്ധതയിൽ വിളിക്കുന്നൊരു വിളി പോലെ എനിക്ക് വളരെ ഇതായിട്ട് തോന്നുന്നു. എൻ്റെ ഞാൻ വീണ്ടും പറയുന്നത് അച്ഛാ, അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തുക. സുവിശേഷം പ്രഘോഷിക്കാൻ ദൈവം വലിയ കൃപ തന്ന, അല്ലെങ്കിൽ യേശുവിൻ്റെ വചനം പങ്കുവയ്ക്കുന്നതാണ് ഏറ്റവും ഒരു വൈദികൻ എന്ന നിലയിൽ സന്തോഷമുണ്ട് എന്ന് വിചാരിക്കുന്ന അച്ഛന് ചിലപ്പോൾ ഇനി കാത്തിരിക്കുന്നത് കൂടുതൽ സഹനങ്ങളാവാം, പ്രതിസന്ധികളാവാം, ചിലപ്പോൾ ദൈവവചനത്തെ പ്രതി ഒരു രക്തസാക്ഷിയാകേണ്ടി വന്നേക്കാം. എന്ത് പറയാനുണ്ട് അച്ഛന്? എന്താ ചോദ്യം? എന്താ അപ്പോൾ അല്ല, അങ്ങനെ ആയി തീർന്നാൽ എന്താണ് അച്ഛൻ്റെ ഒരു പ്രതികരണം അതിനോട്? ഈശോയെ, ഫ്രാൻസിസിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല. നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെത്തുക, നിത്യജീവൻ നേടുക എന്നതാണല്ലോ. അപ്പോൾ അതിനുള്ള ഏറ്റവും എളുപ്പവഴി നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യാഗം ചെയ്യുകയാണ്. എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് പേടിയുണ്ട്. പക്ഷേ ബ്രദറെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ജീവിതം ഏറ്റവും മഹത്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു കൃപയാണ് രക്തസാക്ഷിത്വം. അത് സ്വീകരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവം അതിൻ്റെ കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ദൈവം അതിനുള്ള ശക്തിയും അവസരമൊക്കെ തരട്ടെ. താങ്ക് യു അച്ഛൻ. ഞാൻ പറയാതിരിക്കാൻ വയ്യ, അച്ഛൻ്റെ എല്ലാം ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ഒരു സംസാരിക്കാൻ വേണ്ടി സംസാരിക്കണമല്ല എന്നുള്ളത് അച്ഛൻ്റെ ഓരോ വാക്കുകളുടെ ശ്രദ്ധയാണ്. ഞാൻ തിരിച്ച് അവസാനമായിട്ട് പറയാണ്, ഈ എപ്പിസോഡിൽ, 2 എപ്പിസോഡിലും, ജോഷുവ പ്രോഗ്രാമിൻ്റെ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പമായിരുന്നത്, എന്നോടൊപ്പം ഇരുന്നത് വെറുതെ ഒരു ഫാദർ സിജോ പള്ളത്തുകൂടിയല്ല. ദൈവം തിരഞ്ഞെടുത്ത് വിശുദ്ധ ജീവിതത്തിലേക്ക് പടിപടിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിശുദ്ധ വൈദികനാണ്. വീണു പോകല്ലേ അച്ഛ, തെറ്റിപ്പോകല്ലേ അച്ഛ. കാരണം എനിക്ക് ഉറപ്പുണ്ട്, വർഷങ്ങൾക്ക് ശേഷം കത്തോലിക്ക സഭയ്ക്ക് ഒരു വിശുദ്ധനെ കിട്ടാൻ പോവുക. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. താങ്ക് യു. തീർച്ചയായിട്ടും ദൈവത്തോട് സഹകരിക്കുക. ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുണ്ട്. അച്ഛൻ്റെ സാന്നിധ്യത്തിന് ജോഷുവയിലെ പങ്കുവെക്കലുകൾക്ക് ഏറെ നന്ദി. താങ്ക് യു. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ.